ചെയ്യുന്നു. ഇപ്പോൾ രാകേഷ് കൂടി ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഇപ്പോൾ ഈ സ്വതന്ത്രയുടെ ഒരു സാന്നിധ്യമുണ്ടല്ലോ, അത് പ്രധാനമായി മാറുന്നുമുണ്ട് ഹരിയാനയിൽ. ആരൊക്കെയാണ് അവർ? അവരുടെ ലീഡ് നില ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഹരിയാനയിൽ? മഞ്ജുഷ, ഹരിയാനയിൽ ഏതായാലും നിർണായകമായ മുന്നേറ്റങ്ങൾ നടത്തുന്നു. കാരണം ലീഡ് നില പലപ്പോഴായി മാറി മറിയുമ്പോൾ സ്വാഭാവികമായും സ്വതന്ത്രർ അടക്കമുള്ളവരുടെ സാന്നിധ്യം ഏറെ നിർണായകമാകുന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആ കണക്കുകൾ തന്നെ ഹരിയാനയുടെ കാര്യത്തിൽ പരിശോധിച്ച് നോക്കാം. ഹരിയാനയിൽ ഏതായാലും നിലവിൽ കണക്കുകൾ പ്രകാരം മെയിൻ ടാലി എടുക്കുമ്പോൾ 46 സീറ്റുകൾ മാത്രം. അത് കൃത്യമായ കേവല ഭൂരിപക്ഷം എന്ന കണക്കിലേക്ക് മാത്രം ഇപ്പോൾ BJP എത്തുമ്പോൾ 38 സീറ്റ് കോൺഗ്രസിനുണ്ട്. മറ്റുള്ളവർ, അതായത് BSPയും ഒപ്പം തന്നെ INLDയും ഉണ്ട് സഖ്യം 2, മറ്റുള്ളവർ 4 എന്നിങ്ങനെയാണ് കണക്ക്. ഈ മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ സ്വാഭാവികമായും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്ന് സംശയമില്ല. ഇപ്പോൾ തന്നെ ആ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും. ജില്ല തിരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അംബാലയിൽ അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. മഞ്ജുഷ, ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഏതായാലും പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളും പിന്നിലാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് അടക്കമുള്ളവർ പിന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ അനിൽ വിജ്, BJPയുടെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്, അദ്ദേഹം പുറകിലുണ്ട്. പക്ഷേ ഈ സ്വതന്ത്രർ ആരൊക്കെ എന്ന് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. പക്ഷേ സാവിത്രി ജിൻഡാൽ അടക്കമുള്ളവർ ലീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹിസാറിൽ അവർ BJP സീറ്റ് നൽകാത്തതിന് പിന്നാലെയാണ് അവർ സ്വതന്ത്രരായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അവരടക്കമുള്ളവർ ലീഡ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും 46 സീറ്റിൽ നിന്ന് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഇടഞ്ഞു നിന്ന, അതായത് BJPയോട് കലഹിച്ചു നിന്ന നേതാക്കൾ അല്ലെങ്കിൽ അവർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവരെ കൂട്ട് നിർത്തിക്കൊണ്ടൊരു മുന്നേറ്റമായിരിക്കും നടത്താൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ജനറൽ സെക്രട്ടറിമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടഞ്ഞു നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന BJPക്കാരായ വിമതരെ അടക്കമുള്ളവർ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നതെന്ന കൃത്യമായ ഏറ്റവും പുതിയ കണക്ക് വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 47 ആയിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ് നില കുറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് NC CPM സഖ്യത്തിന്റെ ലീഡ് 47 ആയിട്ട് കുറഞ്ഞു. BJP 28, മറ്റുള്ളവർ 10. PDP 5 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട് ജമ്മു കാശ്മീരിൽ. ഹരിയാനയിൽ 1 സീറ്റ് കൂടി BJPയുടെ ലീഡ് കൂടിയിട്ടുണ്ട്. 47 ആയിട്ട് ലീഡ് കൂടി. കോൺഗ്രസ് 37, ആം ആദ്മി പാർട്ടിയും JJPയും ഒന്നുമില്ല. BSP സഖ്യം, അതായത് INLDയും BSPയും തമ്മിലുള്ള സഖ്യം ഇപ്പോഴും 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സ്വതന്ത്രർ 4 സീറ്റിൽ ഇപ്പോഴും ലീഡ് തുടരുകയാണ്. വ്യക്തമായ ലീഡിലേക്ക് സ്വതന്ത്രരും പോവുകയാണ്. 4 സീറ്റ് ഏതാണ്ട് സ്വതന്ത്രർ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. BJP 47, കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടി. പക്ഷേ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷത്തേക്കാൾ 1 സീറ്റ് മാത്രമേ കൂടുതലുള്ളൂ. അത് മാത്രമല്ല PDPക്ക് 5 സീറ്റുണ്ട്. ഇന്ത്യ സഖ്യത്തിലല്ല PDP ഉള്ളത് ജമ്മു കാശ്മീരിൽ. അപ്പോൾ PDPയുടെ നിലപാട് നിർണായകമായി മാറുന്നു. BJP 28, കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുവാനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. 28-ൽ 28 സീറ്റും ജമ്മു മേഖലയിലാണ് BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർ 10 അതിൽ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുണ്ട്. അതുപോലെ തന്നെ ചെറിയ പാർട്ടികൾ, സ്വതന്ത്രർ, ഇവരാണ് ജമ്മു കാശ്മീരിൽ ഈ 10 എന്ന മറ്റുള്ളവരുടെ ഗണത്തിൽ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഹരിയാനയിൽ സസ്പെൻസ് ആണ്. 47 ലീഡ് നേടുവാൻ, 47 സീറ്റുകളിൽ ലീഡ് നേടാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് 37, INLD +2, മറ്റുള്ളവർ 4 എന്നുള്ളതാണ്. അഭിലാഷ്, ഹരിയാനയിൽ ഒരു ആന്റി ക്ലൈമാക്സിനുള്ള എല്ലാ സാധ്യതയുമാണല്ലോ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇനിയും വോട്ടെണ്ണൽ നിരവധി റൗണ്ടുകൾ ബാക്കി കിടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസമാണ് ഇപ്പോഴും ഉള്ളത്. മഞ്ജുഷ, എന്തായാലും BJP കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ പ്രതീക്ഷയുടെ ചിറക് മുളച്ചു കഴിഞ്ഞു എന്നതാണ് നമുക്ക് നേരത്തെ രാകേഷ് റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. JP നദ്ദ തന്ത്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് സാവിത്രി ജിൻഡാൽ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അങ്ങനെ വിമതരായി പോയവർ, പിണങ്ങിപ്പോയവരെയെല്ലാം തിരികെ പിടിച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് കേവല ഭൂരിപക്ഷത്തിന് താഴെ 1, 2 അല്ലെങ്കിൽ 3, 4 സീറ്റുകൾ വരെ കുറഞ്ഞാൽ പോലും മറ്റുള്ളവരെ ഒപ്പം നിർത്തിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ ഒരു 40 എന്ന ഫിഗറിലേക്ക് എത്തുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് ആണ് അവിടെ മേൽക്കൈ നേടുന്നത് എങ്കിൽ
കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി മാറും ഈ രാഷ്ട്രീയ സാഹചര്യം എന്നതിൽ തർക്കമില്ല. അല്ല എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ ഹരിയാനയിൽ പുലർത്തുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ JP നദ്ദ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, അതായത് AICC ആസ്ഥാനത്ത് ഇപ്പോൾ ഒരു ശ്മശാന മൂകത എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് കരുനീക്കങ്ങളൊന്നും തന്നെ അവിടെ നടക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ ഈ ആളുകളുടെ അണികളുടെയൊക്കെ ഒരു നിലയ്ക്കാത്ത പ്രവാഹം AICC ആസ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പ്രദേശം ശാന്തമാണ് എന്നതും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ഹരിയാനയിലെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. ഇതാണ് AICC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യം. സാധാരണ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വിജയക്കൊടി പാറിക്കാൻ സാധിച്ചാൽ ഈ ഗ്രൗണ്ട് AICC ആസ്ഥാനത്തിന് മുന്നിലുള്ള ഈ പ്രദേശം മുഴുവൻ പതാകകൾ ഉയർത്തിക്കൊണ്ട് വിജയാരവം മുഴക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ മഞ്ജുഷ ഈ ദൃശ്യങ്ങളിൽ കാണുന്നവർ, ആ ഇരിക്കുന്നവരൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകരാണ്, ക്യാമറാമാൻമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ആയിട്ട് മാത്രമേ ഇവിടെ ആഘോഷമായിരുന്നു. ഏറ്റവും ആദ്യം ആഘോഷം തുടങ്ങിയത് AICC ആസ്ഥാനത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മൂകതയാണ്. 47 ഹരിയാനയിൽ ഇപ്പോഴും BJPക്ക് 48 കയറിയിരിക്കുകയാണ്. 48 37 അല്ലെ. മറ്റുള്ളവർ 4. ഈ 4 സ്വതന്ത്രകാരാണ് എന്നുള്ളതിന്റെ അവർ കൃത്യമായി ലീഡ് ചെയ്യുകയാണ്. ഒന്ന് ചിത്ര സർവാരയാണ്. അവർ നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവർ ആം ആദ്മി പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഇത്തവണ സീറ്റ് കിട്ടിയിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് മത്സരിക്കുന്നു. അവർ ലീഡ് ചെയ്യുന്നു. ദേവേന്ദർ കദ്യാൻ BJP സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുള്ള മത്സരമാണ്. സാവിത്രി ജിണ്ടാൽ അവർക്കും BJP സീറ്റ് കൊടുത്തിരുന്നില്ല. അതിനാൽ അവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുന്നു. അവർ ലീഡ് ചെയ്യുന്നു. രാജേഷ് ജൂൺ കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തിരുന്നില്ല. അതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, ലീഡ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസ് പാരമ്പര്യവും BJP പാരമ്പര്യവുമുള്ള ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് സ്വതന്ത്രർക്കായിട്ടുള്ള വിലപേശൽ തുടരുക തന്നെയാണ് സാധ്യത. 46 എന്ന മാജിക് സംഖ്യ ഹരിയാനയിൽ കിട്ടിയില്ല എങ്കിൽ 48 BJP സീറ്റ് നില ഉയർത്തിയിട്ടുണ്ട്. ലീഡ് നില, സീറ്റല്ല ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് 36. ഇപ്പോഴും ആ 4 സ്വതന്ത്രരും ലീഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ലീഡ് നില ചിലരുടേതെങ്കിലും 7000 മുകളിൽ. ഇപ്പോൾ രാജേഷ് ജൂണിന്റെ ലീഡ് നില 7000 മുകളിൽ എത്തിയിട്ടുണ്ട്. സാവിത്രി ജിൻഡാൽ 3836 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദേവേന്ദർ കദ്യാൻ 6125 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്വതന്ത്രരും നില മെച്ചപ്പെടുത്തി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിർണായക ഘടകമായി ഹരിയാനയിൽ മാറും. 48 ഇപ്പോഴും BJPക്ക് ലീഡുണ്ട്. പക്ഷേ ജമ്മു കശ്മീരിൽ നോക്കുക, 47 ഇന്ത്യ സഖ്യം കുറഞ്ഞിരിക്കുകയാണ്. അവിടെ